പർദ്ദയിലെ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമോ? പർദ്ദയിലെ പാട്ട് റിലീസ് ആവാത്തോണ്ട് അത് അപ്പൊ ഒരു അങ്ങനെയാണ് ഞാൻ സസ്പെൻസ് അല്ലേ? ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കും. ഓക്കെ. ये रातें ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा कहा दो दिलों ने कि मिलकर कभी हम न होंगे जुदा ये रातें ये मौसम नदी का किनारा ये चंचल हवा कसम है तुम्हें तुम मगर मुझे से रूठे रहे सांस जब तक ये बंधन न टूटे तुम्हें दिल दिया है ये वादा किया है सनम में तुम्हारे रहूंगी सदा ये रातें ये मौसम नदी का किनारा ये चंचल हवा. അപ്പം ഇനിയും കൂടുതൽ അവസരങ്ങളൊക്കെ എന്തായാലും തേടിയെത്തും ഉറപ്പായിട്ടും. ഇനി ഇവിടെ വേറെ 2 വൈറൽ താരങ്ങളൂടെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. ആരൊക്കെയാണ് പറഞ്ഞു? ഒരാള് എൻ്റെ മൂത്തനിയൻ അസർ മുഹമ്മദ്, +1 ഇപ്പോൾ പഠിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് നേടിയ ആളായിരുന്നു സ്കേറ്റിങ്ങിൽ. പിന്നെ രണ്ടാമത്തെ അനിയൻ ആദം അലി മുഹമ്മദ്, കുഞ്ഞിലെ തന്നെ ഇന്ത്യയുടെ സ്റ്റേറ്റും ക്യാപിറ്റൽസ് അതുപോലെ തന്നെ കുറേ GK ബേസ്ഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കോമഡി സ്റ്റാർ, കോമഡി ഉത്സവം അതുപോലുള്ള ചാനലുകളിലൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അല്ലേ, ഉപ്പയും അല്ലേ, ഉപ്പയും ഇതുപോലെ കലാകാരനാണെന്നൊക്കെ. മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, പാട്ടും പാടുമായിരുന്നു. മൊത്തത്തിലൊരു കലാകുടുംബം. അപ്പോൾ ഉമ്മയും ഫാർമസിസ്റ്റാണ്, കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റാണ്. അപ്പം അശ്വിയുടെ ഉപ്പ അതെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഉപ്പയ്ക്കും പറയാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ അശ്വിയെക്കുറിച്ച്. അപ്പം ഉപ്പ എങ്ങനെയായിരുന്നു? അപ്പം അശ്വിയെ പറഞ്ഞു ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവദശകം അശ്വിയെ പഠിക്കണമെന്നും പാടണമെന്നും ഒക്കെ ഉള്ളത്. എന്താണ് ഉപ്പയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാളിന് മുമ്പേ മോടത്ത് ഇങ്ങനെ ദൈവദശകം മോൾ പഠിച്ചു വെക്കണം, നമുക്ക് എവിടെയെങ്കിലും ഒരു അവസരം വരുമ്പോൾ നമുക്ക് അത് ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഒരുപാട് നവോത്ഥാന നായകന്മാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഗുരുവിനെ പോലെ ഒരു നവോത്ഥാന നായകൻ നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിന് നേതൃത്വം നൽകിയ മഹാനായ വിപ്ലവകാരിയും സന്യാസിയുമായിരുന്നല്ലോ അദ്ദേഹം. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു സന്ദേശം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് എന്താന്ന് വെച്ചാൽ, പിന്നെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു മനുഷ്യനും, പിന്നെ പിന്നെ മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, ജാതി വ്യവസ്ഥകൾക്ക് അതീതമായിട്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ദൈവദശകം എൻ്റെ മോള് പഠിക്കണമെന്നും അത് ചൊല്ലണമെന്നും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതുതന്നെയാണ്, വേറെ ഒന്നുമല്ല. അതെന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ മോളത് ഞാൻ പഠിപ്പിച്ചതും. അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മോളത്ത് പറഞ്ഞു, അത് മോൾ പഠിക്കണം, പഠിച്ചിട്ട് നമ്മൾ ഇതുവരെ കേട്ട ഒരു ഈണത്തിലല്ല, മോള് കുറച്ചും കൂടെ ആഴത്തിൽ കുറച്ചുകൂടെ ഭക്തി വരണം അതിനകത്ത് എന്നുള്ള രീതിയിൽ മോളോട് പറഞ്ഞു. മോളത് പഠിച്ചു. അപ്പോൾ ആദ്യം ഇത് പഠിച്ചിട്ട് നമ്മൾ ഒരു കല്യാണത്തിന്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിനാണ് നമുക്ക് മോൾക്ക് ആദ്യമായിട്ട് അവസരം. എന്നെ കല്യാണം വിളിക്കാൻ ഇവിടെ വരുമ്പോൾ ഒരാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം 100% സമ്മതിച്ചു. അപ്പോൾ അത് ആദ്യം മോള് ചെല്ലുമ്പോൾ കുറച്ച് അതിനകത്ത് ഈ പ്രൊനൗൺസിയേഷൻ്റെ ചില തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരള ജനത ഒന്നായിട്ട് 2 കൈയും നീട്ടി അത് സ്വീകരിച്ചു. പിന്നെ
മോളുടെ തെറ്റുകളൊക്കെ ഒരുപാട് പേര് തിരുത്തി തന്നു. അബ്ബാ മോഹൻ കൊച്ചറ അദ്ദേഹം കുറേ ഇതിനകത്ത് ആ തെറ്റുകളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ശിവരിയും സ്വാമിയും പറഞ്ഞു തന്നു. അങ്ങനെ ഇപ്പം തെറ്റെല്ലാം തിരുത്തി മോളിപ്പോൾ കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മോളെ കൊണ്ട് സാധിച്ചു. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ അശ്വിയെ ഇപ്പം ഒരുപാട് പേര് അറിയപ്പെട്ടു തുടങ്ങി. അശ്വി ഇങ്ങനെ ഓരോ ഉയരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് എന്താണ് ഉപ്പ എന്ന നിലയിൽ ഉപ്പയ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? സന്തോഷമാണ്, എന്നാലും നിങ്ങളോട് പറയാനുള്ളത് ഈ ദൈവദശകം മോള് ചൊല്ലിയതിന് ശേഷം, പ്രത്യേകിച്ച് ശിവഗിരിയിൽ ചൊല്ലിയതിന് ശേഷം മോക്ക് ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് ആദരവുകളും. ഇപ്പോൾ മോക്ക് തിങ്കളാഴ്ച ക്ലാസ്സിന് പോയാൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയേ ഉള്ളൂ മോക്ക് അവധിയുള്ളത്. ഈ ശനിയും ഞായറും ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രി വരെയും ആദരവാണ്, ആദരവുകളുടെ ബഹളമാണ്. അത് ഞാൻ കേരള സമൂഹത്തോട് എന്നും നന്ദിയുള്ളവനാണ്. പിന്നെ എല്ലാവരും അത് സ്വീകരിച്ചല്ലോ, സ്വീകരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അതിൻ്റെ മെയിൻ കാരണം. ജാതി വ്യവസ്ഥകൾക്ക് അതീതം, ജാതി ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ്. അതുകൊണ്ടത് എല്ലാവരും സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി. നിങ്ങളോടും വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തതിന് നിങ്ങളോടും നന്ദി. പിന്നെ മോള് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞ അശ്വിയുടെ ഒരു തുടക്കമാണല്ലോ തുടക്കം മുതൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്? അതെ. ഞാൻ മോളെ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയായിരുന്നു. മോള് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കുറഞ്ഞ മാസങ്ങൾ, ഒരു 2-3 മാസമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മോൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മോൾ ആ സമയത്തും പാടുമായിരുന്നു. പാടുന്നത് കണ്ടിട്ടാണ് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ആഴത്തിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവിട്ടത്. അപ്പോൾ അത് അവിടെ ടീച്ചർക്ക് എന്തോ ജോലി കിട്ടിയത് കാരണം അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വേറെ അടുത്ത് മാറ്റി വിടാനും പറ്റിയില്ല. ഞാൻ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ വേദികളിലൊക്കെ പോയി പാടും. അപ്പം ഞാൻ മോളെയും കൊണ്ടുപോകും. മോളെ കൊണ്ടുപോയി ഒരുപാട് വേദികൾ, എത്ര ചെറിയ വേദിയാണെങ്കിലും അത് അന്നും അതെ ഇന്നും അതെ, വേദി നമ്മൾ നോക്കാറില്ല. ചെറിയ പരിപാടിയൊന്നും വലിയ പരിപാടിയൊന്നും നോക്കാറില്ല. അങ്ങനെ കൊണ്ടുവന്ന് പാടിച്ച് മോളെ സ്റ്റേജിൻ്റെ അറപ്പൊക്കെ മാറ്റി മോള് ഒരു 4 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് പാടാൻ പോകുന്നുണ്ട്. ഫ്രീലാൻസ് സിംഗറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോകുന്നത് കാരണം സമയക്കുറവാണ്. അപ്പോൾ ശനിയും ഞായർ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഫ്രീലാൻസ് സിംഗറായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ട്രൂപ്പുകാരും വിളിക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തും പോയി പാടുന്നുണ്ട്. ഇന്നും ഉണ്ട് പ്രോഗ്രാം. അങ്ങനെയാണ്. ഞാനുമായിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോയി ഞാനിങ്ങനെ പാടിച്ച്. ഇപ്പം ഞാൻ പാടാറില്ല, നേരത്തെയൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ പാട്ടെല്ലാം നിർത്തി. ഞാൻ നേരത്തെ മിമിക്രി കലാകാരനായിരുന്നു, ചെറുതായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ശിവഗിരിയിലോട്ടുള്ള വിളിയും സിനിമയിലോട്ടുള്ള പാടാനുള്ള വിളിയൊക്കെ വരുന്നത്? സിനിമയിലോട്ട് പാടാൻ മോള് ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മോള് പാടി ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ഈ പർദ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ രാജു അമ്പരൻ സാറ്, അദ്ദേഹം മെസ്സഞ്ചർ വഴിയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമുക്കൊരവസരമുണ്ട്, ഒന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുവരാൻ പറ്റുമോ, നമുക്കൊന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഒരു സിനിമയിൽ പാടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളെയായിട്ട് അവിടെ പോയി അങ്ങനെ ചെയ്ത് സൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. അങ്ങനെ ആ സിനിമയിൽ പാടുകയും ചെയ്ത്. പക്ഷെ സിനിമ ഷൂട്ടിങ് അങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് എന്തോ സ്റ്റോപ്പായിരുന്നു. പക്ഷെ ഇതുവരെ സിനിമ പുറത്ത് വന്നില്ല. പാടി നല്ലൊരു പാട്ടാണ്, പുറത്ത് വന്നാൽ വളരെ നല്ലൊരു പാട്ടാണ്. അപ്പം ഇനി ഭാവി എങ്ങനെയാണ്? ഭാവിയിലോട്ട് പ്ലാനിങ് എങ്ങനെയാണ്? കാര്യം അതായത് ഈ സംഗീതവുമായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഈ അടുത്ത സമയത്താണ് പാട്ടിലോട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എന്തായാലും ഇനിയിപ്പം ഇപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും പാട്ടിനോടാണല്ലോ കമ്പം എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ. തീർച്ചയായും. അപ്പം ഇനി ഫ്യൂച്ചർ എങ്ങനെയാണ്, പ്ലാനിങ് എങ്ങനെയാണ്? എനിക്കൊരു പ്രൊഫഷണൽ സിംഗർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പം ഏകദേശം എല്ലാം ആയി. ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ആഗ്രഹത്തിനൊത്ത് പോകാനും എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ എനിക്ക് ഒരു പാട്ടിൽ തന്നെ നല്ലൊരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ പഠിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. നടക്കട്ടെ, ഉറപ്പായിട്ടും
അപ്പം ഞങ്ങളുടെ എല്ലാ ആശംസകളും ഉണ്ടാവും. Thank you. ഇത്രയും സമയം ഞങ്ങളുടെ ഞങ്ങൾക്ക് പാട്ടൊക്കെ ദൈവദശകം ആലോചിച്ച് തന്നു, അതായത് പാട്ട് പാടി തന്നു. അപ്പം ഇനിയും കൂടുതൽ ഞങ്ങൾ ഇനിയും കൂടുതൽ വൈറലാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രശസ്തിയാകുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഇനി അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഫേമസ് ഒക്കെ ആയി കഴിയുമ്പം അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിക്കാം. പണ്ടേ ദൂരാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. സ്നേഹയാമങ്ങളിൽ ഇരു ഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു. സെയ്യാവേ 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 സെയ്യാവേ